ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗായ്സ്, ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വിട്ടു കേട്ടോ. അപ്പം ഉച്ചയാകുമ്പോഴേക്കും വിട്ടു, നേരത്തെ വിട്ടു. അത് കാരണം ഞാൻ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 12:30 ആവാനായി. അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്റ്റോറി ബുക്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അതൊക്കെ വായിച്ചു നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ബുക്ക് ഗൈസ്, ഇതൊരു അടിപൊളി ബുക്കാണ്. ഇതിൻ്റെ കളർ കണ്ട ഗൈസ്, എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഏകദേശം പേർപ്പിൾ വയലറ്റ് ആ ഒരു തീം കണ്ടോ. എനിക്ക് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബുക്ക്, എനിക്ക് ഈ കാർട്ടൂൺ ടൈപ്പ് ബുക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് വരും. ഇത് നാളെ കൊണ്ട് കൊടുക്കണം സ്കൂളിൽ. അപ്പോൾ ഞാൻ അതാണ് ഫസ്റ്റ് കാണിച്ചത്. ലേഡി ആൻഡ് ദ ട്രാമ്പ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് കേട്ടോ. ഇതൊരു അടിപൊളി ബുക്കാണ്, വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെയാണ് ഗൈസ്, അയ്യോ, 101 ഗ്രാൻഡ്പാ സ്റ്റോറീസ്, മോറൽ ഗ്രാൻഡ്പാ സ്റ്റോറീസ് ഓഫ് ഗ്രാൻഡ്പാ. ഇത് നമ്മൾ ഈ മുത്തശ്ശി കഥകൾ എന്ന് പറയുന്ന പോലെ മുത്തശ്ശി കഥകൾ എന്ന് പറയുന്ന പോലെ ഒരു മുത്തശ്ശൻ കഥകളാണ് കേട്ടോ. 101 എണ്ണം. അപ്പോൾ ഇതൊരു അടിപൊളി, ഇതെങ്ങനത്തെ ബുക്കാണെന്നറിയോ? അയ്യോ, അത്ര പിക്ചറൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള പിക്ചേഴ്സ്. പിന്നെ എഴുതിയിരിക്കുന്നത് ഫുള്ള് ഇങ്ങനെ. ഇത് അടിപൊളി. ഇതിൽ ഞാൻ കുറേ കഥകൾ വായിച്ചു. പിന്നെ കുറേ ചിത്രങ്ങളൊക്കെ ഇതിൽ നിന്ന് വരച്ചു. കൂടുതലും ഇതിൽ നിന്ന് വായിച്ചതല്ല, ഞാൻ വരച്ചു വിട്ട ചിത്രങ്ങളൊക്കെ. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അയ്യോ, ഇവിടെ ഈ പുൽച്ചാടിയുടെ കഥയാണ്. ഇതിലെല്ലാം ഒരു പേജിൽ ഒരു പിക്ചർ, ഒരു സ്റ്റോറി. പിന്നെ ഇത് ഞാൻ ഒരിക്കലും ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റോറി മലയാളം അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഫാബുലസ് ഷോർട്ട് ആന്തോളജി. അതൊന്നും ഞാനിപ്പോൾ പഠിക്കുന്നില്ല അത്. പിന്നെ അടുത്തത്, ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതെല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് കാർട്ടൂൺ. ഇതിൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചാപ്റ്റർ ആയിട്ടുള്ള കഥയാണ് കേട്ടോ ഗൈസ്. സോ അതും ഉണ്ട് തോന്നുന്നു, അവിടെ ഉള്ളിൽ കുറേ ഉണ്ട്. ഇതെല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് അവിടെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഇത് കിട്ടുമോയെന്നൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ പോപ്പപ്പ് ബുക്ക് ബെഡ് ടൈം എന്നൊക്കെ അടിച്ചാൽ അത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കണ്ടു പോപ്പപ്പ് ബുക്ക് എന്ന് അടിച്ചാൽ അങ്ങനത്തെ കുറേ വേറെ വെറൈറ്റീസ് കിട്ടും. അത് അടിപൊളിയാണ് കേട്ടോ. ഇത് UK നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താണെന്ന് വെച്ചാൽ, അയ്യോ ഈ പേജ് വേണ്ട. ഗൈസ്, ഇത് കണ്ടോ, ഇതിങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിങ്ങനെ തുറന്ന ടെൻഡറൈൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് തുറക്കാനൊരു സാധനം തന്നിട്ടുണ്ട്. അതിൽ നമ്മളിങ്ങനെ പിടിച്ച് ഒരാൾ അയ്യോ, നമുക്ക് ഇവനെ റിവേഴ്സ് എടുപ്പിക്കാം. സോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇവിടെ നല്ല വെയിൽ കേട്ടോ. ഇതാണ് ഇപ്പോൾ വീട് കെട്ടി. ഇന്നലെ സൺസൈഡ് വാർപ്പായിരുന്നു, ഇന്നലെ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കയറി ഫ്രണ്ട് മുതൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് കയറുന്ന വഴി. ഇത് സിറ്റ് ഔട്ടാണ് കേട്ടോ ഗൈസ്. നമ്മളിങ്ങനെ കയറിയതും ഇത് ഹാൾ. ഇങ്ങനെ തിരിഞ്ഞ ഗൈസ് കണ്ടോ, സ്റ്റെയർ ആദ്യം പറഞ്ഞു ഉള്ളിൽ കൂടെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെ ഉള്ളിൽ കൂടെ സ്റ്റെയർ വേണ്ടത് തീരുമാനിച്ചു ഗൈസ്. ഇതാണ് ഹാള്. സ്റ്റെയർ വന്നപ്പോൾ ഹാള് ചെറുതായി. അയ്യോ ഗൈസ്, ഇവിടെ നോക്കുമ്പോൾ ഇത് ടോയ്ലറ്റ്, ഇത് എൻ്റെ റൂം, ഇത് അച്ഛൻ്റെയോ അമ്മൻ്റെയോ അനിയൻ്റെയൊക്കെ റൂം. ഇത് ഹാൾ. നോക്കിയാൽ അതാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന വീട്. അപ്പോൾ ഇവിടെയാണ് കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കുന്നത്. ഇതാണ് വീടിൻ്റെ ബാക്ക്. ഇത് ഇവിടെ എത്തി. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ സാധനം ഞാൻ കുറേ എടുത്തിട്ട്, ഇതൊരു മണി ബാങ്ക് ഉണ്ടിയപ്പാനിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ എൻ്റെ ആൻറ്റിയുടെ മോനും എൻ്റെ അപ്പൂസിനും വേണ്ടിയിട്ട് 2 പേർക്ക് മുട്ടായി വാങ്ങിച്ചാണ്. ഇത് അവനെ കൊണ്ടുപോയി. ഇത് അപ്പൂസിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. അവൻ സ്കൂളിൽ പോയിരിക്കണം, അവനെ വിട്ടിട്ടില്ല, എനിക്ക് മാത്രം വിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനുള്ള മിഠായി ഇതിൻ്റെ ഉള്ള മിഠായി ആയിരുന്നു. അപ്പോൾ
അപ്പോൾ അതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇത് പൊട്ടി. പിന്നെ ഇത് ഉണ്ടാക്കേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എവിടെയോ കളഞ്ഞു പോയിട്ടോ. പിന്നെ ആദ്യമൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ടഫായിരുന്നു. ഇതവൻ ഉണ്ടിയപ്പനെയൊക്കെ അവൻ ഇതിൽ പൈസയൊക്കെ കഴിച്ചിട്ടുണ്ട്. എത്രയാണെന്നറിയോ? 10 രൂപ, 10, 5, 20, 25 രൂപയുണ്ട് ഗൈസ്. ഇതിന് ഒരു 5 രൂപ മാറി അവൻ അപ്പം തന്നെ തരും. ഞാൻ തന്നെയാണ് എടുത്തതെന്നൊക്കെ പറയും. ഞാൻ എടുക്കുമെന്നല്ല, ഒരു വട്ടം ഞാൻ ബസ് ചാർജിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇത് അവസാനം വെക്കാനേ എനിക്ക് ഉള്ളാവൻ പെട്ടെന്ന് സെറ്റാക്കും. പക്ഷേ എനിക്ക് ചെറിയൊരു പേടി, ഇതെനിക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും കിട്ടില്ല. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെല്ലാം കിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല ഗൈസ്, നമ്മളെല്ലാം ട്രൈ ചെയ്യണം. അവസാനം തോൽക്കും ഗൈസ്. നമ്മളെല്ലാത്തിനും പങ്കെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാദ്യം അവർ തന്നിട്ട് ഇതാ വെറുതെ ഉണ്ടാക്കാനായിരുന്നു. അപ്പം അവൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അവൻ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്നതിന് മുന്നേ പൈസ ഇടും. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചില പൈസ വലിയ 10 രൂപയൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. അപ്പോൾ അത് കാരണം അവൻ പൈസയൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അയ്യോ ഗൈസ്, ഞാൻ ഉണ്ടാക്കി ഇരുന്ന് ബോറടിക്കുകയാണ് ഗൈസ്. പഠിക്കണം, ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാം. പിന്നെ എനിക്കൊരു ഡാൻസ് പരിപാടി ഉണ്ട്, അപ്പോൾ അതിനുള്ള ഡാൻസും പഠിക്കണം. ഇപ്പോൾ സമയം 1:10, കറക്റ്റ് 1:10. ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ കേട്ടോ. അപ്പുറത്തൊരു വീടുണ്ട്, അത് എൻ്റെ ഏട്ടൻ്റെ വീട്. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ചേച്ചിൻ്റെ വീട്. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഇതാ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാറ ഗൈസ്. അത് ഫുള്ളിപ്പോൾ അല്ലെങ്കിൽ ഇനി നല്ല ചൂടായി അവിടെ ഫുള്ള് താനേ കത്തുന്ന പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ വന്ന് കത്തിച്ച് വിട്ടാണ്. അടിപൊളി വൈബാണ്. ഞാൻ കുറേ ഈ നേരത്തൊന്നും ഇവിടെ ഇല്ലാത്ത സ്കൂളിൽ പോകണമായിരുന്നു, കുറേ ആയി വന്നിട്ട്. ഗൈസ് ഇവിടെ ഒരു മായാജാല പുളിയുണ്ട് കേട്ടോ. അയ്യോ കേട് വന്നിരിക്കുന്നു, നമുക്ക് അങ്ങോട്ട് കളയാം. എന്നിട്ട് ഇവിടെ മധുരപ്പുളി ഉണ്ട്, അത് അടിപൊളി ടേസ്റ്റ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് സൂപ്പറാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും കേട്ടോ. അവിടെ പിള്ളേരൊക്കെ കളിക്കാനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് തിന്നും. ഇതിന് എന്താണ് ചിലവർക്കൊന്നും ഇഷ്ടമല്ല, എന്താ വെച്ചാൽ ഞാൻ വെറുതെ പറയും. പക്ഷെ കഴിച്ചു ആദ്യമൊക്കെ വരുമ്പോൾ അയ്യേ ഇത് ഉഡായിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ പിന്നെ അവരായിരിക്കും 10 കഴിക്കുന്നത്. നമ്മൾ 2 കഴിക്കുമ്പോഴേക്കും 10 തീർക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല പുളിയൊന്നും കാണാനില്ല. പിന്നെ അവിടെ വെയിലാണ്, കണ്ടോ? അവിടെ വെയിലത്ത് പോയിട്ട് ഇനി എടുക്കണം ഗൈസ്. ഈ മധുരപ്പുളി കണ്ടാൽ തിരിച്ചറിയട്ടെ എനിക്ക്. എന്താ വെച്ചാൽ ഈ മധുരപ്പുളി കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. ഞാൻ കുറേ ആയല്ലോ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ഈ മധുരപ്പുളി കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം ഗൈസ്. ദിനംപുളി ഗൈസ് ഇവിടെ വേറെ ഒരു മലയിൽ, അയ്യോ ഗൈസ് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ വീട്ടിലേക്ക് ഇനി ഇറങ്ങണമെങ്കിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്? 3, 4, ഒരു 6 സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. അത് ഇറങ്ങിയിട്ട് വേണം ഇനി അത് ഇറങ്ങിക്കഴിഞ്ഞാലേ എൻ്റെ വീട്ടിലെത്തും ഗൈസ്. കണ്ടോ ഇവിടെ ഇത്ര ദിവസം ഏട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊന്ന് ക്ലാസ് ഉണ്ട്, അപ്പോൾ ഏട്ടനും പോയി. അപ്പോൾ ഗൈസ് ഞാനിനി പോയി ഫുഡ് എടുത്തിട്ട് വരാം. ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇന്നൊരു സ്പൂണ് വെറൈറ്റിക്ക് വെച്ചിട്ടുണ്ട്. മാങ്ങ ഉപ്പിലിട്ടതുണ്ട്, പപ്പായക്കറി, ചോറ്, സാമ്പാർ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഗൈസ്. അപ്പോൾ ഞാനിനി പോയി കഴിച്ചിട്ട് വരാൻ. സോ ഗൈസ് ഞാൻ ഇതാ ഡാൻസ് പഠിക്കാൻ ഇവിടെ എത്തിയത്. അച്ചാച്ചൻ മഞ്ച് വാങ്ങിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഈ മഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഈ മഞ്ച് കഴിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എനർജി കിട്ടുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ
ഞാൻ എൻഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയി. പിന്നെ സമയം ഇനി ഇന്നത്തെ വ്ളോഗൊക്കെ ചിലപ്പോൾ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് മീൻസ് ഇങ്ങനൊരു കണ്ടൻറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെന്താണ്, പിന്നെ ഒന്നുമില്ല ഗൈസ്. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വ്ളോഗൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ സോ ഗൈസ് ഇപ്പോൾ 7 മണിയായി. കറക്റ്റ് 7, ഇപ്പോൾ 6:59. അപ്പോൾ കറക്റ്റ് 7 മണിക്ക് ഞാൻ നിർത്തും കേട്ടോ. അപ്പോൾ ഗൈസ് ഓക്കെ, നമുക്കിനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.